മുഹമ്മദ് ബിൻ ജരീർ റളിയല്ലാഹു അൻഹു തൻ്റെ പള്ളി സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിയിലേക്ക് അസർ നേരത്ത് ഒരു പാവപ്പെട്ട ഒരാൾ പള്ളിയിൽ വന്നു. നിസ്കാരത്തിന് കൂടി ജമാഅത്തായി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മിസ്കീനായ മനുഷ്യൻ പള്ളിയുടെ ഒരു മൂലക്ക് പോയി തല താഴെട്ടിട്ട് ഇങ്ങനെ ഇരുന്നു. മഗ്‌രിബ് വരെ ഇരുന്നു. മഗ്‌രിബ് നിസ്കാരത്തിന് സമയമാകുമ്പോൾ ജമാഅത്തിന് കൂടി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് വീണ്ടും അതേ സ്ഥലത്ത് പോയി ഇരുന്നു, അതേ രൂപത്തിലിരുന്നു. എന്നാൽ ഇശാ നിസ്കാരം വരെ ഇരുന്നു. ഇശാ നിസ്കാരത്തിനും ജമാഅത്തിനും കൂടി വീണ്ടും ആ സ്ഥലത്ത് പോയിരുന്ന് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് ബിൻ ജരീർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് രാത്രി ഒരു ദഅവത്തുണ്ടായിരുന്നു. ആ ദഅവത്തിന് പോകുന്ന സമയത്ത് ആ പള്ളിയിലുണ്ടായിരുന്ന മിസ്കീനെയും ക്ഷണിച്ചു. നമ്മൾ ആ ദഅവത്തിന് പോവാം, ഇന്നൊരു അമീറിൻ്റെ വീട്ടിൽ ദഅവത്താണ്, നമ്മൾ പോയിക്കൊള്ളാം എന്നാണ്. ആ സമയത്ത് ആ മിസ്കീൻ പറഞ്ഞു, ഞാൻ ദൂരെ നിന്ന് യാത്ര ചെയ്ത ആളാണ്, എനിക്ക് ക്ഷീണമുണ്ട്, ഞാൻ കുറച്ച് വിശ്രമിക്കട്ടെ, നിങ്ങൾ ദഅവത്തിന് പോയി തിരിഞ്ഞു വരുമ്പോൾ കുറച്ച് ചൂടുള്ള അലസ കൊണ്ടുവരിക. മുഹമ്മദ് ബിൻ ജരീർ റളിയല്ലാഹു തആല ചിന്തിക്കുകയാണ്, ഈ അലസ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കണോ ഈ മിസ്കീന്? ഞാൻ ഈ മഹല്ലത്തിൻ്റെ ഖതീബല്ലേ, വിളിച്ചപ്പോൾ വന്നില്ല, അദ്ദേഹത്തിന് അലസ കൊണ്ടു കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച് അദ്ദേഹം ദഅവത്തിന് വീട്ടിൽ പോയി. ദഅവത്ത് കഴിഞ്ഞു, അലസ ഇല്ലാതെ വന്നു. താൻ തൻ്റെ റൂമിൽ വിശ്രമിക്കാൻ വേണ്ടി കിടക്കാൻ നോക്കുമ്പോൾ തനിക്ക് കുറേ ഔറാദുകൾ ചെല്ലാനുണ്ടായിരുന്നു. ഒരു ഔറാദും ചെല്ലാൻ കഴിഞ്ഞില്ല. കാരണം എന്തേ? വല്ലാത്ത ക്ഷീണമാണ് തനിക്ക്. ആ ക്ഷീണത്തോടെ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ വലിയൊരു സ്വപ്നമാണ് മഹാനവറുകൾ കാണുന്നത്. ആ സ്വപ്നത്തിൽ വിശാലമായ ഒരു സഭയാണ്, അതിൽ ഒരുപാട് വലിയ വലിയ മഹാന്മാർ കാണുന്നുണ്ട്. കാണാൻ വളരെ ഭംഗിയുള്ള നല്ല ഗാംഭീര്യമുള്ള മഹാന്മാരാണ് അവിടെ എല്ലാ സഭയിലുള്ളത്. എന്നാൽ വളരെ ഭംഗിയായ ഒരു സിംഹാസനത്തിൽ വളരെ ഭംഗിയായ കാണാൻ നല്ല അഴകുള്ള മനുഷ്യനാണ്. ആ സമയത്ത് ഞാൻ മനസ്സിൽ ചിന്തിച്ചു പോയി, ഇതാര് റബ്ബേ, ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം മാറി, അവിടെ ഇരിക്കുന്ന ആ മഹാൻ ആരെന്ന് മനസ്സിലിങ്ങനെ ചോദ്യം വന്നപ്പോഴാണ് ആ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പറയുകയാണ്, ഹാദിഹി മആശിറുൽ അംബിയാ, ഇത് അമ്പിയാക്കന്മാരുടെ സഭയാണ്. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളെ ചൂണ്ടിക്കാണിച്ച് പറയുന്നു, ഹാദാ റസൂലുള്ളാഹി. ആ സമയത്ത് വളരെ സന്തോഷത്തോടുകൂടെ എൻ്റെ പൊന്നാര മുത്തുനബിയെ കാണാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നറിഞ്ഞ് റസൂലുള്ളാഹിൻ്റെ ഹദ്റത്തിലേക്ക് പോയി, അവിടുത്തെ സന്നിധിയിൽ പോയി അസ്സലാമു അലൈക യാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. തങ്ങൾ സലാം അടക്കിയില്ല എന്ന് മാത്രമല്ല, തങ്ങൾ തലതിരിച്ചപ്പോൾ തങ്ങൾ തിരിഞ്ഞ ഭാഗത്തേക്ക് പോയി സലാം പറഞ്ഞു. തങ്ങൾ ഈ ഭാഗത്തേക്ക് തിരിച്ചു, സലാം അടക്കിയില്ല. അങ്ങനെ 2-3 പ്രാവശ്യം സലാം പറഞ്ഞിട്ടും ഹബീബായ തങ്ങൾ സലാം അടക്കിയില്ല. ആ സമയത്ത് മഹാനവറുകൾ വളരെ വിഷമത്തോടെ ചോദിക്കുകയാണ്, അല്ല പ്രവാചകരെ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എൻ്റെ സലാം അടക്കാതിരിക്കാൻ? ആ സമയത്ത് ഹബീബായ തങ്ങൾ പറയുകയാണ്, മിസ്കീനും മിന്നുമത്തി, എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു സാധുവായൊരു മനുഷ്യൻ നിങ്ങളെ പള്ളിയിൽ അസർ നിസ്കാരത്തിന് വന്നു, മഗ്‌രിബ് നിസ്കരിച്ചു, ഇശാ നിസ്കരിച്ചു, അദ്ദേഹം ഇബാദത്തായിട്ട് കൂടി. ദഅവത്തിന് ക്ഷണിച്ചപ്പോൾ ക്ഷീണമുണ്ട്, എനിക്ക് വരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കുറച്ച് അരിസ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലേ, എൻ്റെ മിസ്കീനെ നിങ്ങൾക്ക് ആദരിക്കാൻ കഴിഞ്ഞില്ലല്ലേ എന്ന് പറഞ്ഞ് തങ്ങൾ ആ സങ്കടം പറഞ്ഞു. അത് പറഞ്ഞു തരലോട് കൂടെ അദ്ദേഹത്തിൻ്റെ ഉറക്ക് തെളിഞ്ഞു. ഞെട്ടി ഉണർന്നപ്പോൾ അദ്ദേഹത്തിന് പള്ളിയുടെ താഴെ ഭാഗത്തു നിന്ന് എന്തോ ഒരു വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നു. വേഗം ഇറങ്ങിപ്പോയി നോക്കുമ്പോൾ ആ മിസ്കിനായ മനുഷ്യൻ പാതിരാത്രി പള്ളിയിൽ നിന്ന് വാതിൽ തുറന്ന് ഇറങ്ങി പോവുകയാണ്. അത് കണ്ടപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം പോയി പറയാണ്, ഞാൻ അലസ കൊണ്ട് തരാം, നിങ്ങൾ പോവരുത്, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞപ്പോൾ ആ മഹാനവറുകൾ വഴിയിൽ നിന്ന് പറയുകയാണ് തുരിഞ്ഞു നിന്ന്, ഓ മനുഷ്യ, നിങ്ങൾക്കൊരു ചൂടുള്ള അലസ കൊണ്ടുവരാൻ ലോകത്തുള്ള സർവ്വ അമ്പിയാക്കന്മാരും അവരുടെ നേതാവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ റെക്കമെൻഡ് ചെയ്യേണ്ടി വന്നല്ലേ, അങ്ങനെയുള്ള അലസ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം നടന്നു. വളരെ ബേജാറോടുകൂടെ മഹാനവറുകൾ തൻ്റെ റൂമിലേക്ക് മടങ്ങി. ഈ സംഭവം നമുക്ക് വലിയ പാഠമാണ്. നമ്മുടെ വീട്ടിലേക്ക് പാവപ്പെട്ടവർ വന്നാലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ മിസ്കീന്മാർ വന്നാൽ അവരെ ചെറുതായി നമ്മൾ കാണാൻ പാടില്ല. പള്ളിയിൽ വന്നാലും വീട്ടിൽ വന്നാലും വന്ന ആളുകൾക്ക് നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കുക. ഔ ബിക്കലിമത്തിൻ ത്വയ്യിബ, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ സന്തോഷത്തോടെ സംസാരിച്ച് വിവരം അറിയിച്ച് അവരെ സന്തോഷത്തോടെ വിടുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.